സദ്ഗുരുഭ്യോ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഗുരുപരമ്പരയുടെ പാദപത്മങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദങ്ങളിലും അധർമ്മത്തിനെതിരെ തൻ്റെ അറിവിൻ്റെ തിരുനേത്രം തുറന്ന് സംഹാരതാണ്ഡവം നടത്തിയ ഭഗവാൻ ശിവന്റെ പാദപത്മങ്ങളിലും ആ ധന്യസങ്കല്പം കൊണ്ട് പുണ്യമാർജിച്ചിരിക്കുന്ന നിങ്ങളുടെ മനസ്ഥിതിയിലും ഭഗവത് പാദങ്ങൾ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളെന്നോണം അർപ്പിച്ചുകൊള്ളട്ടെ. ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഈ മറ ഒന്നെടുത്തു മാറ്റാൻ. അതായത്, നിങ്ങൾക്കും എനിക്കും ഇടയ്ക്ക് സൃഷ്ടിച്ച ഒരു മറയുണ്ട്. അതൊന്ന് മാറിക്കിട്ടിയാലേ ഇനി നമ്മുടെ സമരമുഖം വിജയിക്കൂ എന്നാണ് എൻ്റെ ധാരണ. കാരണം ഇങ്ങനെ പലതരത്തിലുള്ള മറകൾ കെട്ടിവെച്ച് നമ്മുടെ ശബ്ദത്തിനിടയ്ക്കുള്ള മറ, നമ്മുടെ ഐക്യതയ്ക്ക് ഇടയ്ക്കുള്ള മറ, നമ്മുടെ ഏകത്വത്തിന് ഇടയ്ക്കുള്ള മറ, നമ്മുടെ സ്നേഹത്തിനിടയ്ക്ക് സൃഷ്ടിച്ച മറ, നമ്മുടേതായിട്ടുള്ള ധന്യമായ സങ്കല്പങ്ങളെ അടച്ചു നിർത്തിയ മറ, ഈ മറ ഇനി വേണ്ട എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിന്റെ സന്ദേശം വിളംബരം ചെയ്യുന്ന ഈ മഹത്തായ സന്ദർഭത്തിൽ ഈ മറ കൂടാതെ സംസാരിക്കുവാൻ, ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മഹാസന്നിധിയിൽ ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയമായി നിന്നുകൊണ്ട് അത് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ, നമ്മെ ഇതിനുവേണ്ടി നിയോഗിച്ച, നമ്മെ ഇതിനുവേണ്ടി തയ്യാറാക്കിയ, നമ്മെ ഇതിനുവേണ്ടി ഇറക്കിവിട്ട ഗുരുപരമ്പരയുടെ പതകമലങ്ങളെ അനുസ്യൂതം സ്മരിച്ചും ആ തപസ്സിലൂടെ ധന്യതയാർജിച്ചും ശക്തിയാർജിച്ചും മുമ്പോട്ട് വന്ന നമ്മുടെ പാരമ്പര്യത്തിൽ വിറങ്ങലിക്കുന്നവരെ അല്ല ഹിന്ദു ജനത എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുവാനുള്ള അവസരത്തിന്റെ സത്യപ്രതിജ്ഞാ രംഗമാണിത്. ഇവിടെ ആക്രമിച്ചവരുണ്ട്, അടിച്ചമർത്തിയവരുണ്ട്, നമ്മുടെ പാരമ്പര്യത്തെ തകർത്തെറിഞ്ഞവരുണ്ട്, നമ്മുടെ സങ്കല്പങ്ങളെ മുഴുവനും താറുമാറാക്കിയവരുണ്ട്, ആക്ഷേപിച്ചവരുണ്ട്, ദുർവ്യാഖ്യാനം നടത്തിയവരുണ്ട്. അതിനുവേണ്ടി കളമൊരുക്കി ഈ രാജ്യത്തെ സാമ്രാജ്യമാക്കി മാറ്റി നമ്മളെ അടിമകളാക്കി മാറ്റിയവരുണ്ട്. ആ അടിമകളുടെ ചങ്ങലയ്ക്കുള്ളിൽ നിന്ന് നാം പുറത്തു വന്നുവോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാണേണ്ട ദിവസം ഇന്നു മുതലാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ 48 കൊല്ലം കഴിഞ്ഞു. ഈ 48 കൊല്ലം കഴിഞ്ഞിട്ടും എന്താണ് ഇവിടുത്തെ സ്വാതന്ത്ര്യമെന്ന് കണ്ടറിയുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ എടുത്തു മാറ്റിക്കൊണ്ട് സംസാരിക്കുവാനുള്ള രംഗമൊരുക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ഉണ്ടെന്നിരിക്കെ നാം എന്തിന് മറയ്ക്കുള്ളിൽ ഒതുങ്ങണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇത് നിർവഹിച്ചത്. കേവലം ഒരു പ്രതീകം എന്നുള്ള നിലയിൽ ഇത് ഞാൻ ചെയ്തു എങ്കിലും അതിന്റെ ഉദ്ദേശം എത്ര കണ്ട് വ്യാപകമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഈ ലോകത്ത് ഇതേവരെ മനുഷ്യരാശിയുടെ പ്രയത്നത്തിൽ, നന്നാകുവാനുള്ള പ്രയത്നത്തിൽ, ഒരുമിക്കുവാനുള്ള പ്രയത്നത്തിൽ, ഏകത്വം ദർശിക്കുവാനുള്ള പ്രയത്നത്തിൽ, സാഹോദര്യം പ്രഖ്യാപിക്കുവാനുള്ള പ്രയത്നത്തിൽ, ശാന്തിക്കു വേണ്ടി ശാന്തി 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 എന്ന് 3 ലോകത്തിനും ശാന്തി പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങ് താഴെ കിടക്കുന്നവൻ മുതൽ ദേവന്മാർ വരെ ഉള്ളവർക്ക് ശാന്തി അരുളിക്കൊണ്ട്, സമത്വഭാവന അരുളിക്കൊണ്ട് തന്റെ തത്വം പ്രഖ്യാപിച്ച ദാർശനിക ഗുരുക്കന്മാരുടെ ഈ നാട്ടിൽ അവർ പ്രഖ്യാപിച്ചത് ശാന്തിയാണെങ്കിൽ ആ ശാന്തി ഭീരുതയുടെ ലക്ഷണമല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ദിവസമാണിന്ന്. അത് നാം മനസ്സിലാക്കണം. കവേർഡൈസ് ഈസ് നോട്ട് സാങ്ഷൻഡ് ബൈ നോൺ ഇൻജുറി എന്നൊരു ചൊല്ലുണ്ട്.
അതായത് ഭീരുത്വത്തിന്റെ സന്തതിയല്ലേ അഹിംസ എന്ന് നാം മനസ്സിലാക്കണം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതർ ധ്രുവ നീതിർ മതിർ മമ എന്ന് പ്രഖ്യാപിച്ച ഗീതയിലെ വചനം ധനുർധരനായ പാർത്ഥനും ആ ധനുർധരനായ പാർത്ഥന് ധർമ്മം സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയ യോഗേശ്വരനായ കൃഷ്ണനും ഒരുമിച്ചെവിടെയുണ്ടോ അവിടെയെല്ലാം ധർമ്മം പ്രചരിക്കും, ഐശ്വര്യമുണ്ട്, പ്രേയസ്സുണ്ട്, ശ്രേയസ്സുണ്ട് എന്ന് പ്രഖ്യാപിച്ച പാരമ്പര്യം നമ്മൾ മറന്നുപോയോ എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇന്ന് അഹിംസ എന്ന് പറയുന്നത്, ശാന്തി എന്ന് പറയുന്നത് നമുക്കെതിരെയുള്ള ആഞ്ഞടിയുടെ പശ്ചാത്തലമായി ശാന്തിക്കെതിരെ ആക്രമണം വന്നാൽ ശാന്തി ആര് പ്രഖ്യാപിക്കും? ഇതിനൊരു ഉത്തരം നിങ്ങൾ പറഞ്ഞു തരണം. നമ്മൾ ശാന്തി ശാന്തി എന്ന് പറയുന്നു. ശാന്തി പറയുന്നവന്റെ കഴുത്തു വെട്ടുന്നു, അവന്റെ കിടക്കാടം വിലയ്ക്ക് വാങ്ങുന്നു, അവന്റെ ക്ഷേത്രങ്ങളെ ധ്വംസിക്കുന്നു, അവന്റെ സംസ്കാരത്തെ ചൂഷണം ചെയ്യുന്നു. ശാന്തി ആര് പാലിക്കണം? ഇവിടെ ശാന്തിക്കെതിരെ സമരം ചെയ്യുന്നവനാണോ ശാന്തി വളർത്തുന്നത്? അതല്ല ശാന്തി നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നവനാണോ ശാന്തി പുലർത്തുന്നത്? ആരാണെന്ന് ആലോചിക്കൂ. അങ്ങനെ ഭാരതത്തിന് ഒരു ചരിത്രമുണ്ടായെങ്കിൽ ലോകത്തിതേവരെ ഉണ്ടായ ചരിത്രത്തിൽ നാം പേജുകൾ മറിച്ചു നോക്കിയാൽ ഒരു കാര്യം കാണുവാൻ കഴിയും. ലോകത്തിതേവരെയുള്ള ജനതയുടെ സംസ്കാരവും ചരിത്രവും പേജുകളിലൂടെ നാം പഠിക്കുമ്പോൾ അവിടെ സംസ്കാരത്തിനും ചരിത്രത്തിനും തമ്മിലുള്ള വ്യത്യാസവും കണ്ടെത്തുവാൻ കഴിയും. ലോകത്ത് മനുഷ്യ പുരോഗതിക്ക് വേണ്ടി ശാസ്ത്രമുണ്ടെന്ന്, ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യത്വത്തെ വിലയിരുത്തുന്നത് കൊണ്ട് തകരാറില്ല. ചരിത്ര പശ്ചാത്തലത്തിലൂടെ ലോക മനുഷ്യത്വത്തെ വിലയിരുത്തി ആരാണ് തെറ്റ് ചെയ്തവർ, ആരാണ് അക്രമം ചെയ്തവർ എന്ന് കണ്ടെത്തുന്നതിൽ തെറ്റിന്റെ കാര്യം വരുന്നില്ല. ഇങ്ങനെ ലോക ചരിത്രകാരന്മാരെ ഉദാഹരിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സംസ്കാരത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പൂർവികവും ആധുനികവുമായ സംസ്കാരത്തെ, നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട സംസ്കാരത്തെ നാം ഒന്ന് വിലയിരുത്തുവാൻ തുനിഞ്ഞാൽ ഇവിടെ അതിനെതിരെ പറഞ്ഞവരോട് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ചരിത്രത്തിന്റെ ഒരു പേജിൽ ഹിന്ദു വർഗീയവാദിയാണ്, ഇവിടത്തെ സന്യാസിമാർ വർഗീയവാദികളായിരുന്നു എന്ന് അവർ പുലർത്തിയ ദാർശനിക നിയമം വർഗീയവാദത്തിന്റേതാണ്, ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വച്ചിട്ടുണ്ട് എങ്കിൽ അത് കാണിച്ചു തന്നാൽ ഈ വേഷം മാറ്റി അയാളോട് കൂടിപ്പോകാൻ ഞാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ കുതന്ത്രം കൊണ്ട് നേതൃത്വം വഹിക്കുന്നവരെ, ഇത്രയും കാലം അസഭ്യം പറഞ്ഞവരെ, കള്ളം പറഞ്ഞവരെ നിങ്ങൾ ആ ചട്ട ഊരി വച്ചിട്ട് തുടങ്ങാൻ പോകുന്ന ഈ മഹാസമരത്തിനോടൊത്ത് കൂട്ടുചേരാൻ വരുവിൻ. ഇല്ലെങ്കിൽ ഇതിന് പ്രത്യുത്തരം കൊടുത്തുകൊണ്ടല്ലാതെ കേരള ഭൂമി അടങ്ങുകയില്ല. ഭാരതം ഒരുപക്ഷെ ഇവിടത്തെ സെമിത്തേരിയുടെ പ്രശ്നത്തിൽ ഉയർത്തെഴുന്നേറ്റെന്ന് വന്നേക്കും. ഇനിയും ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കണക്കാക്കരുത്. പടിയറയുടെ ചില ലേഖനങ്ങളൊക്കെ ഞാൻ വായിച്ചു, അയാളുടെ ഒരു നോട്ടീസ് വായിച്ചു. ഇവിടത്തെ നീണ്ട കുപ്പായത്തിനുള്ളിൽ ഒതുങ്ങുന്നവനല്ല ഹിന്ദു, അത് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളണം. അയാളുടെ ചില സൂചനകളൊക്കെ കണ്ടു, ചില ഒളിച്ചു വച്ച സൂചനകൾ. അതായത് നിയമമുണ്ട് എങ്കിൽ നടപ്പാക്കുമെന്ന്. നിങ്ങൾ തയ്യാറാകൂ, മമ്മട്ടിയും പിക്കാസും കൂടവുമാണ് നമുക്ക് ആവശ്യം. കാരണം ഞാന് ആദ്യമായി ഇത് വെട്ടിയിടിക്കുമ്പോ കുട്ടയിൽ വെച്ച് ചമക്കാൻ തയ്യാറാണ് ഈ സെമിത്തേരി. ഇവിടത്തെ നിയമം ഹിന്ദുവിന്റെ സംസ്കാരത്തെ മാനിക്കുന്നില്ലെങ്കിൽ, ഹിന്ദുവിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ വിലയിരുത്താത്ത നിയമം ഇവിടത്തെ ആരുടെ കയ്യിൽ ഞെരിഞ്ഞടങ്ങിയാലും കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യുവാൻ ഒരു ദിവസം നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നവനാണ് ഹിന്ദു ഐക്യവേദിയിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്ന് എനിക്ക് വിശ്വാസമില്ല. ഭഗവാന്റെ പേരിൽ അങ്ങനെ നിങ്ങൾ ആരും മാറി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഒരു കരുത്ത് നമുക്ക് ആവശ്യമാണ്. ഇത് ഞാൻ പറയുവാനുള്ള കാരണം ഇത് വികാരത്തിന് വേണ്ടിയോ ഒരു വിശേഷണത്തിനോ പ്രസംഗത്തിന് മാറ്റുരയ്ക്കാനോ അല്ല. ഇത് സത്യം എന്ന് ഞാൻ ഭഗവാന്റെ മുമ്പിൽ സത്യം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം മമ്മാട്ടിന് വേണ്ടി അത് വെട്ടിയിടിക്കേണ്ട ആവശ്യം വരും. 30-ാം തീയതിക്ക് മുമ്പ് ഇതിന് പരിഹാരം കണ്ടില്ല എങ്കിൽ ഒന്ന് ഇവിടുത്തെ നേതാക്കൾ ഓർമ്മിക്കട്ടെ. അങ്ങനെ തുടങ്ങുമ്പോൾ ഇവിടത്തെ ഹിന്ദുവിന് ശക്തിയുണ്ടോ? ഇവിടത്തെ ഹിന്ദുവിന് ധാർമ്മിക വികാരമുണ്ടോ? ശേഷിയുണ്ടോ? ഉയർത്തെഴുന്നേൽക്കുമോ? അവൻ വിജൃംഭിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങുമോ? സത്യത്തിന് എതിരെയുള്ളതിന്, അധർമ്മത്തിനെതിരെയുള്ള ആ വെറും കർക്കശമായ നിയമങ്ങളെ തച്ചുടയ്ക്കുമോ എന്ന് അവരൊന്ന് കാണട്ടെ. ഇത്രയും കാലം നമ്മളെ അടിമകളാക്കി സൂക്ഷിച്ചു. ഞാൻ പറയുന്നത്, നമ്മൾ അടിമകളായിരുന്നു ഒരുപക്ഷെ ഇവിടത്തെ ഇംഗ്ലീഷുകാരൻ ഭരിച്ച കാലഘട്ടത്തിൽ. അതിനും അപ്പുറത്ത് ഇന്ന് നമ്മൾ അടിമകളാണ്. ഇംഗ്ലീഷുകാരന്റെ കുതന്ത്രം ഇന്ന് ശക്തമായി നടപ്പായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം, നമ്മളെ ഇവിടെ ഇത്രയും കാലം പറഞ്ഞു പഠിപ്പിച്ച്
ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും പോട്ടെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കാൻ തയ്യാറാണ് ഇതിന്റെ ലേഖനങ്ങളല്ല. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ള റെക്കോർഡുകളെല്ലാം തന്നെ. അതുകൊണ്ട് പറയുകയാണ്, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. വൈക്കത്ത് നടക്കുന്ന ഈ സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല. ഭാരതത്തിനെ ആകമാനം, ഹിന്ദു ജനതയെ ആകമാനം എത്ര കാലം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്നും അവന്റെ സംസ്കാരത്തെ എങ്ങനെ തുരങ്കം വയ്ക്കാൻ ഒക്കുമെന്നും അഖില ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ റെക്കോർഡുകൾ നിങ്ങളുടെ മുമ്പിൽ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഗൂഢാലോചനയുടെ തണലിൽ ഇവിടുത്തെ WCC എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, വേൾഡ് ചർച്ച് കൗൺസിൽ. ഈ വേൾഡ് ചർച്ച് കൗൺസിൽ ലോകത്തിന്റെ മുഴുവൻ പള്ളികൾ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടന. അവർ ചെയ്യുന്ന തീരുമാനങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ തലയൊന്നും തുടയ്ക്കാൻ നോക്കണ്ട, നനയേണ്ടി വരും, തീ കൂടെ നടക്കേണ്ടി വരും. നിങ്ങൾ പ്രസംഗിച്ചോ, ഞാനിവിടെ ഇരുന്നോളാം, കുടയൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് ഞാൻ പറയും. കാരണം ഇറങ്ങി നടക്കാൻ മഴ നനഞ്ഞുകൊണ്ട് വെട്ടിയാലേ ഇടിച്ചാലേ ഒരു സുഖം കിട്ടൂ. അതുകൊണ്ട് അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോ ഇതൊന്നും പിടിച്ച് സങ്കടത്തോടെ നിന്ന് കളയരുത്. ഒത്തിരി നനഞ്ഞു നീരിൽ കുഴപ്പമില്ല, അനേകം തരത്ത് നനഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പറയുക, നനഞ്ഞാലൊന്നും ചൂടടങ്ങാത്ത ഒരു മനസ്സ് നമുക്ക് വേണം, നനഞ്ഞാൽ തളരാത്ത ഒരു ശരീരം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ go on and on until the goal is reached. Let not the birds of puppies frighten you, not even the thunderbolts of heaven. എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ സ്വർഗത്തെ ഇടിനാദമോ പട്ടിക്കുട്ടികളുടെ കുരപ്പോ നിങ്ങളെ അന്ധാളിപ്പിക്കാതിരിക്കട്ടെ, ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് ചരിക്കൂ എന്ന് പറഞ്ഞ ആ പാരമ്പര്യം നമ്മളൊന്ന് ഓർമ്മിച്ചേ തീരൂ. പടിയറ ഇറക്കി വിട്ടിരിക്കുന്നു. അങ്ങ് പടിയറ ഇറക്കുള്ളിൽ ഇരുന്നു കൊണ്ട് മനുഷ്യൻ ഇറക്കി വിട്ട് പറഞ്ഞിരിക്കുന്ന എന്താണ്? നിയമമുണ്ട് എങ്കിൽ അങ്ങ് നടപ്പാക്കി കളയുമെന്ന്. പടിയറയെ പറയുന്നു നടപ്പാക്കൂല എന്ന്. കാരണം അങ്ങനെ നടപ്പാക്കിയാൽ കാലാനുസൃതമായിട്ട് വരുത്തേണ്ട മാറ്റം വരുത്തണം. കാരണം അമേരിക്കയിൽ ഇന്ന് ക്രിമേഷൻ ഉണ്ട്. ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞു, അഡ്വക്കേറ്റും കൂടെയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ കാപ്പി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പള്ളി ഉണ്ടെങ്കിൽ കുഴിച്ചിട്ട് കൊള്ളണം, മറ്റവനെ ശവത്തിന്റെ നീര് കുടിപ്പിക്കണം. അവന് ഒരുപക്ഷെ പിടിച്ചിരിക്കുന്നത് എയ്ഡ്സ് ആണെങ്കിൽ അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വരവ്. ഏതായിരുന്നാലും